നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് വമ്പൻ ടിസ്റ്റാണ്. വമ്പൻ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്രതീക്ഷിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. ആഴ്ചകളായിട്ട് ബ്രസീലിയൻ ഫെഡറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് മാഡ്രിഡിൽ തമ്പടിക്കുകയും അഞ്ചലോട്ടിയുമായിട്ട് ഒരു ഡീലിലേക്ക് എത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തിട്ട് ഇപ്പോൾ അവസാന നിമിഷം കാര്യങ്ങൾ കൊളാപ്സ്ഡ് ആവുന്നു. ഫബ്രീസിയോ റൊമാനോ അടക്കം ഇതാ ഡീൽ റെഡിയാണ്, അടുത്ത ജൂൺ മാസത്തിലെ ബ്രസീലിന്റെ മത്സരങ്ങൾക്ക് ടച്ച് ലൈനിൽ ആഞ്ചലോട്ടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ഡീൽ കൊളാപ്സ്ഡ് ആവാൻ പോവുകയാണ് എന്ന്. മാർക്ക പിന്നീട് അത് റിപ്പോർട്ട് ചെയ്തു, റിലീവോ റിപ്പോർട്ട് ചെയ്തു. അവരൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, കാർലോ ആഞ്ചലോട്ടി ടു ബ്രസീൽ ഡീൽ കൊളാപ്സ്ഡ് ആവുകയാണ്. അതാണ് ഇപ്പോഴുള്ള ഒരു സാധ്യത. പൂർണ്ണമായിട്ടും ഓഫ് എന്ന് പറയുന്നില്ല, പക്ഷെ ആ വഴിക്കാണ് നീങ്ങുന്നത്. റയൽ മാഡ്രിഡുമായിട്ടുള്ള ആഞ്ചലോട്ടിയുടെ എക്സിറ്റ് നല്ല രൂപത്തിൽ പോകുന്നില്ല. ഇപ്പോൾ ആഞ്ചലോട്ടി ബ്രസീലിനെ അറിയിച്ചിരിക്കുന്നു, തനിക്ക് ജൂൺ മാസത്തേക്ക് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഓഗസ്റ്റിൽ വേണമെങ്കിൽ നോക്കാമെന്ന്. ബ്രസീൽ ആകെ അബ്സല്യൂട്ട്ലി ഫ്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്യാൻ അവരും തയ്യാറല്ല. ഇതാണ് റിപ്പോർട്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, കാർലോ ആഞ്ചലോട്ടി ആൻഡ് ബ്രസീൽ സിറ്റുവേഷൻ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. റയൽ മാഡ്രിഡ് ഈ ഒരു ഡീലിന്റെ ടൈമിങ് അത് റയൽ മാഡ്രിഡിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഇൻഫോർമേഷൻസ് പുറത്തു വരുന്നത് മീഡിയയിലൂടെയാണ്. അല്ലാതെ റയൽ മാഡ്രിഡ് ഈ ഘട്ടത്തിൽ ആഞ്ചലോട്ടിയിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ യൂറോ പോലും എക്സിറ്റ് ഫീ ആയിട്ട് ആഞ്ചലോട്ടിക്ക് കൊടുക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറല്ല. കാരണം റയലിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെ ഫെയർ ചെയ്യുന്നില്ല, നിങ്ങൾ വിട്ട് പുതിയ ടീമിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ കോമ്പൻസേഷൻ നൽകേണ്ടതില്ല എന്നാണ്. അതേസമയം ബ്രസീൽ ഈ ഒരു സമയം വെയിറ്റ് ചെയ്യാൻ ബ്രസീലും തയ്യാറല്ല. ആഞ്ചലോട്ടി ബ്രസീലിനെ അറിയിച്ചിരിക്കുന്നു, ഹി വിൽ നോട്ട് ലീവ് ഇൻ ജൂൺ ബട്ട് ഇൻ ഓഗസ്റ്റ്. ബ്രസീൽ ആണെങ്കിൽ ആകെ ഷോക്ക്ഡ് ആണ്. അവരെല്ലാം അറേഞ്ച്ഡ് ആയി നിൽക്കുകയായിരുന്നു. വെരി ഷോക്ക്ഡ് ആസ് എവറിത്തിങ് വാസ് ഡിസ്കസ്ഡ് ബിഫോർ ഹാൻഡ്. എല്ലാം നേരത്തെ തീരുമാനിച്ച് നിന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിൽ തീർച്ചയായിട്ടും ബ്രസീൽ ആകെ ഷോക്ക്ഡ് ആണ്. എന്തായാലും ഓർഗെ ഹീസസ് റിമൈൻ ആൻ ഓപ്ഷൻ ഫോർ CBF ലിസ്റ്റ് എന്നിപ്പോൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്രസീൽ ആർ റിയലി ഫ്യൂരിയസ് റൈറ്റ് നൗ ഡ്യൂ ടു വാട്ട് ഹാപ്പൻസ് വിത്ത് ആഞ്ചലോട്ടി. ആഴ്ചകളായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഒടുവിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ വലിയ നിരാശ ബ്രസീലിയൻ ഫെഡറേഷനുണ്ട്. സോ ഡീല് ഇതാ കൊളാപ്സ്ഡ് ആവാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.